കേരളത്തിൽ ഇപ്പോൾ ലഹരി സംഘങ്ങളും ക്രിമിനൽ സംഘങ്ങളും അരങ്ങുവാഴുകയാണ്. ഓരോ ദിവസവും നിരവധി കൊലപാതക കേസുകൾ, അക്രമ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു ഗുണ്ടാ നേതാവിനെ പരസ്യമായി നടുറോഡിൽ വെച്ച് ക്രിമിനൽ സംഘങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപ് ആലപ്പുഴ എഴുപുണയിൽ നിന്ന് മറ്റൊരു കൊലപാതക കേസാണ് പുറത്തു വരുന്നത്. എഴുപുണയിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ബാറിൽ വെച്ചാണ്. ബാറിനുള്ളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. കുമ്പളങ്ങി പഴയങ്ങാടി സ്വദേശി നിധിനാണ് മരിച്ചത്. മദ്യപിക്കുന്നവരുടെ ബാറിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി 11:30 സംഭവം. ഗുരുതരമായി പരിക്കേറ്റ നിധിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതും ഒരു ബാറിലുണ്ടായ സംഘർഷം, അതേ തുടർന്നുള്ള കൊലപാതകം. എന്താണ് ഇന്നലെ രാത്രിയിൽ എഴുപുണയിലെ ബാറിൽ സംഭവിച്ചത്? ടോമെ, ഇന്നലെ രാത്രി 11:50 ഈ കൊലപാതകം നടന്നതെന്ന് FIR വ്യക്തമാക്കുന്നു. എഴുപുന്ന പാലാസ് ബാറിൽ നിന്നും മദ്യപിച്ച് പുറത്തേക്കെത്തിയ സംഘമാണ് ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് അടിച്ചു കൊലപ്പെടുത്തിയത്. നിധിൻ എന്ന 30 വയസ്സുകാരനാണ് ഈ സംഭവത്തിൽ അടിയേറ്റ് മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഈ നിധിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് 3 പേർ ബാറിനകത്ത് വെച്ച് തർക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം നിധിൻ പുറത്തേക്ക് പോന്നു. ബാറിന്റെ മുന്നിൽ ഒരു ഇരുചക്ര വാഹനത്തിൽ നിധിൻ ഇരിക്കുകയായിരുന്നു. ഈ ബാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന 3 പേർ, ഇവരിപ്പോ അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അൺനോൺ എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവര് 3 പേരും ചേർന്ന് ഇരുചക്ര വാഹനത്തിലിരുന്ന നിധിനെ ആദ്യം ആക്രമിച്ചു. ഇത് ചോദിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ നിധിനെ പിന്നീട് ഇവർ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ആദ്യം കഴുത്തിന് പിന്നിലാണ് അടിച്ചത്. പിന്നീട് ശരീരമാസകലം ഇവർ മർദ്ദിച്ചു. തുടർന്ന് താഴെ വീണ നിധിനെ അവർ നെഞ്ചിൽ ചവിട്ടുകയാണ് ഉണ്ടായെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് പോലീസിന് ഒരാൾ ബോധരഹിതനായി വഴിയരികിൽ കിടക്കുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായതിനെ തുടർന്ന് അവരെത്തിയാണ് നിധിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴത്തേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വഴിയിലൊക്കെ തന്നെ രക്തം കട്ടപിടിച്ചൊരു അവസ്ഥയിലും ഒക്കെ ആയിരുന്നു. നെഞ്ചിനേറ്റ ചവിട്ടടക്കമുള്ള പരിക്കുകൾ നിധിന് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകം, അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. 3 പേർ ചേർന്ന് സംഘടിതമായി ഈ 30 വയസ്സുകാരനെ അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. കുമ്പളങ്ങി സ്വദേശിയാണ് നിധിൻ. ടോം, യെസ്, വ്യക്തമാണ്. ശരണ്യ, മറ്റേതെങ്കിലും, അതായത് ഈ ബാറിനുള്ളിൽ വെച്ചുള്ള ഈ മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനപ്പുറം ഏതെങ്കിലും വ്യക്തിപരമായ വിരോധം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ? ഇവർ തമ്മിൽ നേരത്തെ ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ബാറിനകത്ത് വെച്ചുണ്ടായ തർക്കത്തിന്റെ CCTV ഫുട്ടേജ് ഒക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ അതിനകത്തു നിന്ന് തുടങ്ങിയ തർക്കമാണ് പിന്നീട് പുറത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു ഇതിനെ വീണ്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ളതാണ്. ആ ഫുട്ടേജ് അടക്കം, CCTV ഫുട്ടേജ് അടക്കം പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ബാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന തർക്കത്തിന് ശേഷം പിന്നീട് ബാറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ് ഈ മർദ്ദനം അടിച്ചുവിടുകയും ഈ 30കാരൻ കൊല്ലപ്പെടുകയും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇവർ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് FIR രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു. കാരണം വെറുതെ അടിക്കുക മാത്രമല്ല ചെയ്തത്, കഴുത്തിന് പിന്നിൽ അടിച്ചു. ഒപ്പം തന്നെ പലതവണ അടിച്ചതിന് ശേഷം അടിയേറ്റ് താഴെ വീണ ആളെ നെഞ്ചിന് ചവിട്ടുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരും ഒരുപോലെ തന്നെ മർദ്ദിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുണ്ട്. പ്രതികളുടെ പേരുവിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ നേരത്തെ മുൻവൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ശരണ്യായി, കൊല്ലപ്പെട്ട നിധിനും കൊലയാളികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? അവർ ഇങ്ങനെ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക,
അങ്ങനെ ഒരു ഗുണ്ടാ പ്രവർത്തനം അതല്ലെങ്കിൽ ലഹരി ഇടപാടുകൾ അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ മുൻപ് പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? അങ്ങനെയുള്ള വിവരം ലഭ്യമായിട്ടില്ല. നിതിനെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ പ്രതികളാക്കപ്പെട്ടവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. കാരണം ഒരു അടിയേറ്റ് നിലത്ത് വീണ ആളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന രീതിയിൽ ആക്രമിച്ചു, അത് 3 പേരും സംഘടിതമായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ എന്ന് തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാഥമികമായ നടപടിക്രമങ്ങൾ, അറസ്റ്റടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത്. അതിനുശേഷം മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകത്തേ ഉള്ളൂ കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ എഴുപുന്നയിലാണ് യുവാവിനെ ബാറിൽ വെച്ചുള്ള വാക്കേറ്റത്തിനിടെ, സംഘർഷത്തിനിടെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.